ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പുകളും വിലയിരുത്തുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകരുടെ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. നാളെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും സംഘവും ബീഹാർ സന്ദർശിക്കുക. വോട്ടെടുപ്പ് തീയതി അടുത്തയാഴ്ച പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. ബീഹാറിൽ SIR നടപ്പിലാക്കിയതിനു ശേഷമുള്ള വോട്ടെടുപ്പ് കുറ്റമറ്റതാക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനും 8 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകൾക്കുമായി 470 നിരീക്ഷകരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. വോട്ടെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് മുന്നോടിയായുള്ള അവലോകന യോഗമാണ് ഇന്ന് ഡൽഹിയിൽ ചേരുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ നാളെ ബീഹാറിലെത്തും. 243 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളിലായി നടത്തുമെന്നാണ് സൂചന. അതേസമയം തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സീറ്റ് വിഭജനത്തിനായുള്ള മാരത്തോൺ ചർച്ചയിലാണ് ഇരു മുന്നണികളും. ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നതിനാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലാണ് NDA നേതൃത്വം. അതേസമയം മന്ത്രിമാർക്കെതിരായ അഴിമതി ആരോപണങ്ങളും തൊഴിലില്ലായ്മയും വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിലാണ് മഹാസഖ്യം. മീഡിയ 1 ഡൽഹി.